നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. ക്രമാതീതമായിട്ട് ഓരോ ദിവസം കഴിയും തോറും സ്വർണത്തിന്റെ വില പതിയെ 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 മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, കുറച്ച് നാളുകൾക്ക് മുന്നേ കുറച്ച് സ്വർണം വാങ്ങിച്ചു വെക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പേ സ്വർണം വാങ്ങിച്ചു വെക്കാമായിരുന്നു എന്ന് ചിന്തിക്കും. ഇപ്പോൾ വലിയ വിലയെത്തി, ഇനി എങ്ങനെ വാങ്ങിക്കും എന്നതാണ് എല്ലാവരുടെയും കൺഫ്യൂഷൻ. ഓർക്കുക, കുറെ കാലങ്ങൾക്ക് മുന്നേയും സ്വർണത്തിന് നല്ല രീതിയിലുള്ള വില ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട്. ഓക്കെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സ്വർണം വാങ്ങിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വരുമാനം അധികമായിട്ട് ഇല്ലാത്തതാണ്. മാത്രവുമല്ല, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, വലിയൊരു തുകയായിട്ട് 1 പവനോ 2 പവനോ 3 പവനോ ഒക്കെ വെച്ച് വാങ്ങിക്കാം എന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ പലർക്കും, ഓരോ ആൾക്കാർക്കും 1 ഗ്രാം സ്വർണ്ണമെങ്കിലും വാങ്ങിക്കാൻ എങ്ങനെയെങ്കിലും സാധിക്കും. ബട്ട് അതൊന്നും വാങ്ങിക്കാതെ 1 പവനോ 2 പവനോ 3 പവനോ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ മിനിമം 100 രൂപ വെച്ചിട്ട് SIP-കളായിട്ട് ചെയ്താൽ പോലും നമുക്കൊരു 30 years ഒക്കെ നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തത്ര വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. പക്ഷെ ആ 100 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ എങ്ങനെയെങ്കിലും ഒരു 1000 വെച്ച് ചെയ്യണം. മ്യൂച്വൽ ഫണ്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് 1000, 2000, 3000 ഒക്കെ വെച്ചിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. 100 വെച്ചിട്ട് 100 മാത്രമേ ഇപ്പൊ മാറ്റി വെക്കാൻ പറ്റുള്ളൂ, ബട്ട് ആ 100 ഇൻവെസ്റ്റ്മെന്റ് ചെയ്യില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ, ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ അത് നമ്മൾ ചെയ്യുക. അത് 100 ആണെങ്കിൽ 100, 200 200, 500 ആണെങ്കിൽ 500, ഇഷ്ടമുള്ളത് ചെയ്യുക. ആ ചെയ്യുന്ന തുകയാണ് നമ്മുടെ ഒരു മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. നമുക്ക് സ്വർണത്തിന്റെ ഇപ്പൊ ഇങ്ങനെയോ സ്വർണം ഈ ഒരു യാത്ര തുടർന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് 30 years സ്വർണം എവിടെ വരെ എത്തും എന്നതിനെ കുറിച്ച് നമുക്കൊന്നൊരു ഫ്യൂച്ചർ പ്രൊജക്ഷൻ ജസ്റ്റ് കഴിഞ്ഞ 30 വർഷത്തെ റെക്കോർഡ് പ്രകാരം ഒന്ന് നോക്കിയാലോ. സ്വർണത്തിന് ഇപ്പോഴെത്രയാണ് വില, അതേപോലെ 30 വർഷങ്ങൾക്ക് മുന്നേ എത്രയായിരുന്നു വില, ഇനി 30 വർഷങ്ങൾക്ക് ശേഷം എന്തായിരിക്കും വില, അതേപോലെ സ്വർണത്തിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് കാശ് ഉണ്ടാക്കാനുള്ള മെത്തേഡ്, എന്തൊക്കെ മെത്തേഡുകളുള്ളത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ എല്ലാവരുടെ ശ്രദ്ധയും ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. സോ ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം 24 ക്യാരറ്റ് പെർ 10 ഗ്രാമിന്റെ റേറ്റ്. 24 ക്യാരറ്റ് സ്വർണം 10 ഗ്രാമിന്റെ റേറ്റ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. 2025 1,78,890 പ്രൈസ് ഉണ്ടെങ്കിൽ 2020 48,651 ആയിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ അതേപോലെ 2010 കാലഘട്ടങ്ങളിൽ 18,500 രൂപയും 2000 കാലഘട്ടങ്ങളിൽ 4,400 രൂപയും അതേപോലെ 1990 കാലഘട്ടങ്ങളിൽ 3,200 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രൈസ് ഇങ്ങനെ പതിയെ 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 കയറി വന്നിരുന്നു. ഇനി എവിടെയെങ്കിലും സ്വർണത്തിന്റെ വില കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ചെറിയ രീതിയിൽ സ്ലൈറ്റ്ലി സ്വർണത്തിന്റെ വില കുറഞ്ഞിട്ടുണ്ട്. അത് 2011 കാലഘട്ടങ്ങളിൽ 2012 31,000 ഉണ്ടായിരുന്നിടത്ത് നിന്ന് പതിയെ ഒരു 29,600 28,000 വരെ വന്നു. പിന്നെ ഒരു കുറച്ചുകൂടി ഇറങ്ങിയിട്ട് 26,000 വരെ വന്നു. അപ്പോൾ ഒരു 2012 മുതൽ 2015 വരെയുള്ള ജേണിയിൽ ഒരു 3 വർഷം സ്വർണം ചെറിയ രീതിയിൽ ഇറങ്ങി വന്നിരുന്നു. അതൊരു വലിയ ഒരു ഇറക്കം ഒന്നും വിചാരിക്കേണ്ട, ഒരു ചെറിയ രീതിയിൽ ഇറങ്ങി വന്നിരുന്നു. അതേപോലെ ചിലപ്പോൾ ഈ നല്ല രീതിയിൽ ഓൾ ടൈം ഹൈ ഒക്കെ എത്തിക്കഴിഞ്ഞിട്ട്, എപ്പോഴും ഓൾ ടൈം ഹൈ തന്നെയാണ്, ഒരുപാട് കണ്ടിന്യൂസ് വലിയൊരു ബിഗ് റാലി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ 1, 2, 3 വർഷമൊക്കെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അത് നമുക്ക് 100% ഉറപ്പൊന്നും പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. കാരണം ഈ സ്വർണത്തിന്റെ കേസിൽ സ്വർണം കണ്ടിന്യൂസ് റാലിയാണ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഒരു കാലത്ത് ആൾക്കാർക്ക് സ്വർണ്ണം ഒന്നും വാങ്ങിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അന്ന് അത്ര ചിന്തിച്ചിട്ടുമില്ല. അപ്പൊ ഇന്ന് എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അതേപോലെ അത്യാവശ്യത്തിന് പണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ എല്ലാവരും അറിവ് നേടിയെടുക്കുന്നു. അന്നത്തെ കാലത്ത് 1 പവനൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്യുക. ഇന്നാണെങ്കിൽ 100 രൂപയ്ക്ക് വേണമെങ്കിൽ സ്വർണ്ണത്തിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 1000 രൂപയ്ക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. 10,000 രൂപയ്ക്ക് ഇഷ്ടമുള്ള തുക നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അതിനെ വർത്തായിട്ടുള്ള ഫിസിക്കൽ ഗോൾഡ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് വാങ്ങിക്കാൻ ഒരുപാട് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു റൂട്ടിൽ സ്വർണം പോവുകയാണെങ്കിൽ, അതായത് 10 ഗ്രാമിന്റെ 24 ക്യാരറ്റ് സ്വർണം അടുത്ത 30 years എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുവരുന്ന ഒരു ഫ്യൂച്ചർ പ്രൊജക്ഷൻ ചാർട്ടാണ്. ഈ ഒരു ഡാറ്റ ടേബിൾ പ്രകാരം ഗോൾഡിന്റെ റേറ്റ് ആണ് ഈ കാണുന്നത്. എത്രയാണ് റേറ്റ് കയറി വന്നിട്ടുള്ളത്? അതായത് 1995 ഈ 4,680. ഞാൻ 30 വർഷത്തെ പ്രൈസ് ആണ് ഞാൻ എടുത്തത് 2025 വരെ. ഇപ്പൊ 2025 കിടക്കുന്ന പ്രൈസ്, അതേപോലെ തന്നെ 2026 വരുന്ന പ്രൈസ്, 2027 വരുന്ന പ്രൈസ്, അങ്ങനെ നമുക്ക് എല്ലാം നോക്കാം. 2025 പ്രൈസ് 1,28,890 ഞാൻ പറഞ്ഞു. അതേപോലെ 2026 എത്തുമ്പോൾ അത് 1,43 എത്താനുള്ള ചാൻസ് ഉണ്ട്. ഇത് പ്രൊജക്ഷൻ ആണ് കേട്ടോ, അത് ഒരു 100% നടക്കുന്നതല്ല. അത് നേരത്തെയുള്ള റിപ്പോർട്ട് പ്രകാരം ഇനി ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് അനലൈസ് ചെയ്തെടുത്ത ഡാറ്റയാണ്. ഈ ഒരു ഡാറ്റ പ്രകാരം ഇങ്ങനെയാണ് പോവുക. 2030 എത്തുമ്പോൾ 2,23,000 എത്തും. ഇപ്പോഴുള്ള പ്രൈസിനേക്കാൾ
ഏകദേശം ഡബിൾ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതേപോലെ തന്നെ വീണ്ടും ക്യാരറ്റ് 2033 ആകുമ്പോൾ 3 ലക്ഷം, then 2040 ആകുമ്പോഴേക്ക് ഓൾമോസ്റ്റ് 6,76,000 എത്തും. 6 ലക്ഷം. ഇപ്പോഴുള്ള 1.28 എന്ന് പറയുന്നത് 2040 ഇപ്പൊ 2025 15 വർഷം കഴിയുമ്പോൾ അത് 6,76,000 എത്തും. അതിനേക്കാൾ മേളിൽ പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇതേപോലെ പോവുകയാണെങ്കിൽ ഈ 30 വർഷം എത്തുമ്പോഴേക്കും വലിയൊരു തുകയായിട്ടുണ്ട്. നമുക്ക് 2050 ആകുമ്പോഴേക്കും ഏകദേശം 20 ലക്ഷം എത്തിയിട്ടുണ്ടാവും. 20 ലക്ഷം. അങ്ങനെ വീണ്ടും പോയി 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 അവസാനം ഈ പറഞ്ഞ 30 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഏകദേശം 35 ലാഖിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. 35 ലക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 35,50,000 റേഞ്ച് ഏകദേശം പ്രൈസ് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഈ 2025 ശേഷമുള്ള ഇനി വരാൻ പോകുന്ന 30 വർഷങ്ങൾ, അതായത് 2035, 2040, 2055 എത്തുമ്പോൾ ഇത്രയും വലിയൊരു പ്രൈസിലേക്ക് ഗോൾഡ് എത്തും. പലരും ചിന്തിക്കുന്നുണ്ട്, ഓ ഞാൻ അത്രയും കാലം ഒന്നും ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ എൻ്റെ ആ സമയത്ത് നല്ല പ്രായമാവും, എനിക്ക് എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചിന്തകൾ നമ്മളുടെ പാരന്റ്സ് ചിന്തിച്ചത് കൊണ്ടാണ് നമ്മൾക്കൊക്കെ ഇന്നും വലിയ രീതിയിൽ രക്ഷപ്പെടാൻ നമുക്ക് പറ്റാത്തത്. നമ്മുടെ പാരന്റ്സ് ഒരു പക്ഷെ നേരെ മറിച്ചിട്ട് ചിന്തിക്കുകയാണ്, എൻ്റെ മക്കൾക്ക് ഇനി ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ വലിയൊരു സമ്പത്ത് ഉണ്ടായേനെ. ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ലൊരു വിഭാഗം റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ അവരുടെ പാരന്റ്സ് ആണ്. നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ അവർ കൊടുത്തിട്ടുണ്ടാവും. ഒന്നെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും, എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് ആവശ്യമുള്ള സ്ഥലത്തേക്ക് അവരെ മൈഗ്രേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടാവും. നാട്ടിൽ നിന്ന് നിർത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് റിച്ച് ആയ ആൾക്കാരുണ്ട്. രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ട ആൾക്കാരും ഒരുപാട് തുക, അല്ലെ വലിയ തുകയല്ല, ഒരു ചെറിയൊരു തുക പല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റോക്കുകളിലാണെങ്കിലും മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ സ്വർണ്ണത്തിലാണെങ്കിലും അല്ലെങ്കിൽ ലാൻഡിലാണെങ്കിലും ഇങ്ങനെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു വെച്ചു. അപ്പൊ ആ സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, അതിന് വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഒരു 10, 30, 40 വർഷം കഴിഞ്ഞ് ഇവരുടെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് വലിയൊരു അസറ്റ് ആയിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പണ്ട് കാലങ്ങളിൽ ചെറിയ പൈസക്ക് സ്ഥലം കിട്ടുമായിരുന്നു. 500 രൂപ, 1000 രൂപ, 2000 രൂപ, 5000 രൂപ ഒക്കെ സ്ഥലം കിട്ടുമായിരുന്നു. ഇന്ന് 5000 രൂപയ്ക്കോ 10,000 രൂപയ്ക്കോ സ്ഥലം കിട്ടില്ല. ഇന്ന് ലക്ഷങ്ങൾ കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഗോൾഡും. അന്ന് 4,000, 2,000, 3,000 രൂപ കിട്ടുമായിരുന്നു. അന്ന് വാങ്ങിച്ചു വെച്ചവനൊക്കെ ഇന്ന് എത്ര ലക്ഷത്തിന്റെ അടുത്തേക്ക്, ഒരു പവനാണെങ്കിൽ ലക്ഷത്തിനടുത്തേക്ക് എത്തി. അതേപോലെ തന്നെ ഈ പറഞ്ഞ 10 ഗ്രാമിന്റെ സെറ്റ് ആണെങ്കിൽ 1,28 എത്തി. അപ്പൊ അത്രയും വലിയ റേറ്റിലേക്ക് എത്തി. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾക്ക് വേണ്ടി എന്ന് ചിന്തിക്കാതെ കുറച്ച് തുക, അങ്ങനെ ചിന്തിക്കുന്ന ഒരു എമൗണ്ട് മാത്രം മാറ്റി വെക്കുക. അതായത് നമ്മളുടെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ലൈഫിന് വേണ്ടി മെജോറിറ്റി ഫണ്ട് വിനിയോഗിക്കുക. കുറച്ചെങ്കിലും എമൗണ്ട് സേവിങ്സിൽ, ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സേവിങ്സിനായിട്ട് കുറച്ചെങ്കിലും എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുക. അത് നമുക്ക് എന്താ പറയാ, വലിയൊരു ടെൻഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു തുകയായിരിക്കണം. ലൈക്ക് ഒരു 10,000 രൂപ സാലറി കിട്ടുന്ന ഒരു വ്യക്തിക്ക് ഒരു 100 രൂപ ഒരു മാസം എന്തായാലും സേവ് ചെയ്യാൻ പറ്റുമല്ലോ. എന്തായാലും സേവ് ചെയ്യാൻ പറ്റും ഒരു 100 രൂപ. 1000 രൂപ ആണെങ്കിൽ അവർ കുറച്ചുകൂടി ടൈറ്റ് ആയി കഴിഞ്ഞാൽ 1000 രൂപ പോലും സേവ് ചെയ്യാൻ പറ്റും. 500 രൂപ എന്തായാലും സുഖമായിട്ട് പറ്റും. ഈ 500 രൂപ മതി സേവ് ചെയ്യാൻ. 500 രൂപ എല്ലാ മാസവും SIP ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പോൾ ലൈക്ക് 500 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിച്ച, സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ച ഗോൾഡിന്റെ ഒരുപാട് ETF-കളുണ്ട്. അത്തരത്തിലുള്ള ETF-കളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഓർ 500 രൂപ സിൽവറിന്റെ ETF ഉണ്ട്. ഇതേപോലെ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. സ്വർണ്ണത്തിനൊപ്പം സിൽവറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഓർ നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് സ്വർണം വാങ്ങിക്കാൻ വേണ്ടി പറ്റാവുന്ന ഒരുപാട് സ്കീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 100 months-ന്റെ ഒക്കെ സ്കീം ഉണ്ട്. അതിനുള്ള സ്കീമിൽ ജോയിൻ ചെയ്യാം. ഒരു ഫിസിക്കലായിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം വെച്ചാൽ ഡിജിറ്റൽ ഗോൾഡാണ് ബെറ്റർ. അവിടെ പണിക്കൂലി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് ചെലവ് കാര്യങ്ങളൊക്കെ പോകും. അപ്പൊ അതൊന്നും ഇല്ലാതെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഡിജിറ്റൽ ഗോൾഡ് തന്നെയാണ്. സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ഹൗസ് ഉണ്ട്, അവിടെ ഒരുപാട് ETF ഫണ്ടുകളുണ്ട്. അതും ഫിസിക്കൽ ഗോൾഡ് അവർ പർച്ചേസ് ചെയ്ത് വെക്കും. നമുക്ക് NAV യൂണിറ്റുകളായിട്ടാണ് തരിക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള തുക വെച്ചിട്ട് 500, 100 ഒക്കെ വെച്ചിട്ട് നമുക്ക് വാങ്ങിക്കാം. ആക്സിസ് ബാങ്കിനൊക്കെ ഈ പറഞ്ഞ ഗോൾഡ് ETF ഉണ്ട്. അതിനൊക്കെ 100 രൂപയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ മറ്റെല്ലാ ബാങ്കുകൾക്കും ഉണ്ട് ETF-കൾ. അവിടെയൊക്കെ 500 രൂപയ്ക്ക് ആയിരിക്കും. എനിക്കൊന്ന് ഏറ്റവും കുറവ് ആക്സിസ് ബാങ്കിനാണ് 100 രൂപയാണെന്ന് തോന്നുന്നു മന്ത്ലി. വലിയൊരു എമൗണ്ട് ലംസമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിലെല്ലാം ആഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് സൈലന്റ് ആയിട്ട് ചെറിയൊരു തുക ചെയ്തു വെക്കുക. ഒരു 10, 30 വർഷം കഴിയുമ്പോൾ അത് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. എങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പവൻ, അതായത് 10 ഗ്രാം സ്വർണം നിങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ, ഇന്നത്തെ കാലത്ത് വാങ്ങിച്ചു വെച്ചാൽ ഒരു 30 വർഷം കഴിയുമ്പോൾ അതൊരു 35 ലാഖ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാവും. അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് റെക്കോർഡ് പ്രകാരമുള്ള കാര്യമാണ്. ഇതൊന്നും ഒരിക്കലും 100% സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. ബാക്ക് എൻഡ് ഡാറ്റ എടുത്തിട്ട് നമ്മൾ
നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഫ്യൂച്ചർ പ്രൊജക്ഷൻ ഉണ്ടാക്കി എടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതിന്റെ ചാർട്ട് കൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ചാർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും 1995 4680 ഉണ്ടായിരുന്ന 10 ഗ്രാം ഗോൾഡിന്റെ റേറ്റ് 2055 എത്തുമ്പോഴേക്കും 3,54,000 എത്തിപ്പെടുന്ന സാഹചര്യമുള്ളത്. ഇവിടെ തന്നെ ഈ നോക്കിക്കോളൂ 1,28,890. പിന്നെ ഓർക്കുക, നമ്മളൊരു പ്രൈസ് ഒരു ലെവല് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും അത് മൂവ് ചെയ്യുക. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിലായിരിക്കും മൂവ് ചെയ്യുക. ഒരു 4,000 8,000 ആകുമ്പോൾ നമ്മളൊരു വലിയൊരു ഫിഗർ ആയിട്ട് നമ്മൾ കാണില്ല. ബട്ട് അതേ സമയത്ത് നിങ്ങളിത് ഈ ഒരു ലെവലിലേക്കൊക്കെ നോക്കിക്കോളൂ. ഇവിടെ 2050 20,42,000 ഉള്ള 2050 20,40,000 ഉള്ള 5 വർഷം കഴിയുമ്പോഴേക്കും ആ തുക എത്രയായി? അടുത്ത 5 വർഷം കഴിയും 35,49,000. അങ്ങനെയാണ് വലിയൊരു തുകയായി കഴിഞ്ഞാൽ അതിന്റെ മാറ്റം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം ഹ്യൂജ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് വരിക. അതുകൊണ്ട് തന്നെ ഇത് ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന്റെ എഫക്റ്റ് ഒക്കെ ഇതിനകത്ത് വരും. കോമ്പൗണ്ടിങ് എഫക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കറിയാലോ 100 രൂപ 200 രൂപ 300 രൂപ പിന്നെ അതിന്റെ ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിറ്റത്തെ വർഷം വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വലിയ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ആയിട്ട് മാറുന്നത്. അതേപോലെ തന്നെയാണ് ഈ സംഭവത്തിലും. ഇതിൽ പവർ ഓഫ് കോമ്പൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വരും തീർച്ചയായിട്ടും, അതായത് ഇതിന്റെ ETF ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ. ബട്ട് ഗോൾഡ്, ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കും അങ്ങനെ ഉണ്ടാവില്ല. അതിന്റെ വാല്യൂ കയറി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് നമുക്ക് സ്വർണ്ണത്തിൽ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സ്വർണ്ണത്തിനെ ഇഷ്ടപ്പെടുന്ന, സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.